ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പലപ്പോഴും നമ്മളുടെ ഒരു ദിവസത്തെ എനർജി എന്ന് പറയുന്നത് നമ്മൾ രാവിലെ എഴുന്നേറ്റതിന് ശേഷമുള്ള ഒരു മണിക്കൂറത്തെ കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റതിന് ശേഷമുള്ള ഒരു മണിക്കൂർ നല്ലതാക്കിയാൽ, ഒന്ന് അറേഞ്ച്ഡ് ആക്കിയാൽ, നമുക്ക് അന്നത്തെ ദിവസം കംപ്ലീറ്റ് കൺട്രോളിൽ നിർത്താൻ പറ്റില്ലെങ്കിൽ പോലും ഒരു 80% കാര്യങ്ങളും നമ്മൾ വിചാരിക്കുന്നത് പോലെ തന്നെ ആ ഒരു എനർജിയിൽ, ആ ഒരു പോസിറ്റിവിറ്റിയിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ മിക്കവാറും ആൾക്കാരും എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? രാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെ മൊബൈലിൽ നോക്കുക, അത് സ്ക്രോൾ ചെയ്യുക. അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റിട്ട് റഷ് ചെയ്ത് അന്നത്തെ ദിവസത്തിലേക്ക് കടക്കുക. പെട്ടെന്ന് തന്നെ ഒരു ഓട്ടപ്പാച്ചിലായിരിക്കും ചെയ്യുക. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ. ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള 11 മോർണിംഗ് ഹാബിറ്റുകളാണ്. എത്ര ബിസി ആയിട്ടുള്ള ആൾക്കാർക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളുമാണ്. നിങ്ങളിപ്പോൾ വീട്ടിലിരിക്കുന്ന ആളായിക്കോട്ടെ, വർക്ക് ചെയ്യുന്ന ആളായിക്കോട്ടെ, ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു റുട്ടീൻ അത്യാവശ്യമായിരിക്കും. കാരണം നമ്മൾക്ക് ഒരു ദിവസം പൂർത്തിയാക്കാൻ നല്ല എനർജി ആവശ്യമാണ്. ഒരു ദിവസം നമ്മൾ വിചാരിച്ച കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ട് കിടന്നുറങ്ങുന്നതും അതുപോലെ തന്നെ നമ്മൾ ഒരു ദിവസം മുഴുവൻ വേസ്റ്റ് ആക്കിയിട്ട് കിടന്നുറങ്ങുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്, അല്ലേ? ഞാനിവിടെ പറയാൻ പോകുന്ന 11 കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരുമിച്ച് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ പോലും അതിൽ ഒന്നോ രണ്ടോ കാര്യങ്ങൾ പോലും നിങ്ങൾ ചെയ്തു തുടങ്ങിയാൽ നിങ്ങളുടെ ദിവസം കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് മാറും. അതിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവുകയും ചെയ്യും. നിങ്ങൾ കൂടുതൽ ഹാപ്പി ആവും, കുറേ കാം ആവും, നമുക്ക് ഭയങ്കര ശാന്തതയായിരിക്കും. സോ ഇതൊന്ന് തീർച്ചയായിട്ടും നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കണം. അപ്പോൾ സമയം കളയാതെ നമുക്ക് ഹാബിറ്റിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ഹാബിറ്റ് എന്ന് പറയുന്നത്, നിങ്ങൾ എഴുന്നേൽക്കുന്ന സമയത്ത് അന്നത്തെ ദിവസം എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു പ്ലാൻ വേണം. എല്ലാ ദിവസവും ഒരേ സമയത്ത് എഴുന്നേൽക്കണം എന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് പറ്റുന്നത് പോലെ എഴുന്നേൽക്കാം. പക്ഷേ നിങ്ങൾ ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വർക്ക് സ്പേസിൽ എത്തേണ്ട ഒരാളാണെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട സമയം അല്ലെങ്കിൽ വർക്ക് സ്പേസിൽ ചെല്ലേണ്ട സമയത്തിന് ഒരു 90 മിനിറ്റ് മുൻപെങ്കിലും, അതായത് 1.5 മണിക്കൂർ മുൻപെങ്കിലും നിങ്ങൾ എഴുന്നേറ്റിരിക്കണം. അല്ലാതെ പുറപ്പെടാനുള്ള അരമണിക്കൂർ മുമ്പ് എഴുന്നേറ്റിട്ട് ഭയങ്കരമായിട്ട് റഷ് ചെയ്ത് എടുത്തു ചാടി ഇറങ്ങി ഓടുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാകരുത്. അങ്ങനെ ഓട്ടപ്പാച്ചിൽ നടത്തി കഴിഞ്ഞാൽ അന്നത്തെ ദിവസം മുഴുവനും നിങ്ങൾക്ക് അങ്ങനെ ഓടാൻ മാത്രമേ സമയം കാണുകയുള്ളൂ. ചിലപ്പോൾ നിങ്ങൾ നേരത്തെ എഴുന്നേൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. പക്ഷേ നിങ്ങൾ എഴുന്നേറ്റ ഉടനെ തന്നെ നിങ്ങൾ അടുക്കളയിലെ കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളിലേക്ക് റഷ് ആവുകയാണ് ചെയ്യുന്നതെങ്കിൽ അവിടെയും നിങ്ങൾ നിങ്ങളുടെ മനസ്സിന് കൊടുക്കുന്ന ഒരു കമാൻഡ് എന്ന് പറയുന്നത് ദിവസം മുഴുവൻ ധൃതിയാണ്, ഞാൻ ലേറ്റായി, ഞാൻ താമസിച്ചു, എനിക്ക് കറക്റ്റ് സമയത്തൊന്നുമില്ല, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും കൊടുക്കുക. സോ വളരെ കാമായിട്ടൊരു രാവിലെ എഴുന്നേൽക്കാൻ പറ്റിയാൽ, കാമായിട്ട് കാര്യങ്ങൾ തുടങ്ങാൻ പറ്റിയാൽ തന്നെ അത് നിങ്ങളുടെ വലിയൊരു വിജയമാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് നേരത്തെ നിങ്ങളോട് എഴുന്നേൽക്കാൻ പറയുന്നത്. ഇനി രണ്ടാമത്തെ ഹാബിറ്റ്. ഈ രണ്ടാമത്തെ ഹാബിറ്റ് എന്ന് പറയുന്നത് ഒന്നാമത്തെ ഹാബിറ്റുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം തന്നെയാണ്. അതായത് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്കൊരു പ്ലാൻ വേണം എന്നുള്ളത്. ഈ പ്ലാൻ എന്ന് പറയുന്നത് നിങ്ങൾ അന്ന് എഴുന്നേറ്റ് രാവിലെയല്ല പ്രിപ്പയർ ചെയ്യേണ്ടത്. നിങ്ങൾ തലേ ദിവസം തന്നെ ഇന്നത്തെ ദിവസത്തേക്ക് വേണ്ട കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെക്കുക. രാവിലെ തീരുമാനങ്ങളെടുത്ത് സമയം കളയരുത്. നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് തന്നെ നാളത്തേക്കുള്ള കാര്യങ്ങൾ തീരുമാനിച്ച് വെക്കുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് അടുത്ത ദിവസം കൊണ്ടുപോകാനുള്ള വസ്ത്രം അയൺ ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് എഴുന്നേൽക്കുമ്പോൾ കുടിക്കാനുള്ള വെള്ളം നിങ്ങളുടെ കിടക്കക്കരികിൽ തന്നെ വെക്കുക. അതുപോലെ നാളെ ചെയ്യാനുള്ള പ്രധാനമായിട്ടുള്ള ജോലികൾ എന്തൊക്കെയാണ് നിങ്ങൾ ലിസ്റ്റ് ചെയ്ത് വെക്കുക. അതിൽ നിങ്ങൾക്ക് മാക്സിമം എന്തൊക്കെ എഴുതാമോ അതെല്ലാം എഴുതി വെക്കാം. ഇത് നിങ്ങൾക്ക് രാവിലെ നിങ്ങളുടെ ലൈഫ് കുറച്ച് അറേഞ്ച്ഡ് ആണ് എന്നുള്ള ഒരു മെസ്സേജ് ആയിരിക്കും തരിക. ഇനി മൂന്നാമത്തെ കാര്യം, ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യണം. ആദ്യമൊക്കെ ചെയ്യുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടുകളാണ്, പിന്നീട് അത് ഗ്രാജുവലി നോർമൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. രാവിലെ എഴുന്നേറ്റ ഉടനെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം പറ്റുമോ അത്രത്തോളം കുടിക്കുക. കാരണം രാത്രി മുഴുവൻ നമ്മൾ റെസ്റ്റ് എടുക്കുകയാണ്, ഉറങ്ങുകയാണ്. ഉറങ്ങുന്ന സമയത്തൊന്നും നമുക്ക് വെള്ളം ലഭിച്ചിട്ടില്ല, അല്ലേ? അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിക്ക് ഹൈഡ്രേഷൻ ആവശ്യമാണ്. ഇതിന് രണ്ടാമതൊരു ഗുണം കൂടിയുണ്ട്. അതായത് ചില ആൾക്കാർക്ക് രാവിലെ നേരത്തെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉറങ്ങാൻ വീണ്ടും ഒരു ടെൻഡൻസി വരും. അതൊക്കെ നമുക്കൊന്ന് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ മതി. ആ ഒരു സമയത്ത് നമ്മളുടെ ശരീരത്തിലേക്ക് ജലാംശം ചെല്ലുന്ന സമയത്ത് നമ്മളുടെ ആ ഉറക്കച്ചടവൊക്കെ മാറി ഒന്ന് ആക്റ്റീവ് ആവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. നാലാമത്തെ ഒരു ഹാബിറ്റ് സിമ്പിളാണ്. നമ്മൾ രാവിലെ ബ്രഷ് ചെയ്യാൻ പോകുന്ന സമയത്ത് നിങ്ങളൊരു കണ്ണാടിയുടെ മുന്നിൽ നിന്ന് ബ്രഷ് ചെയ്യാനൊക്കെ ശ്രമിക്കുക. കാരണം നമ്മളെ കാണുന്ന സമയത്ത് നമുക്കൊന്ന് പുഞ്ചിരിക്കാം, സ്വയം നമുക്കൊന്ന് ആശംസിക്കാം. ഇന്നത്തെ ദിവസം വളരെ പോസിറ്റീവായിട്ടുള്ള ദിവസമായിരിക്കും, അല്ലെങ്കിൽ നല്ലൊരു ദിവസമായിരിക്കും, എനിക്ക് ഇന്നെന്ന് സ്വയം നമ്മളോട് പറയാം. ഇതൊക്കെ നമ്മളോട് പുഞ്ചിരിച്ചൊന്ന് സംസാരിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മൾക്ക് പ്രിയപ്പെട്ട ആൾക്കാരെ കാണുമ്പോൾ, നമുക്ക് വളരെ പരിചയമുള്ള ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ പുഞ്ചിരിക്കാറില്ലേ? പക്ഷേ അതേ കാര്യം നമ്മൾ നമ്മളോടുകൂടി ചെയ്യണം. അഞ്ചാമത്തെ ഹാബിറ്റ് എന്ന് പറയുന്നത്, നിങ്ങളുടെ ദിവസം തുടങ്ങുന്നതിന് മുമ്പ്, അതായത് നിങ്ങൾ ബിസി ആവുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. മൈൻഡ്, ബോഡി ആൻഡ് സോൾ. അത് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് ഞാൻ സിമ്പിളായിട്ടൊന്ന് പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം ഞാനിവിടെ പറയാം. മനസ്സിന് വേണ്ടിയിട്ട് ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാറുണ്ട്.
ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാൻ പറ്റിയില്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് പറയാറുണ്ട്, നന്ദി പറയാറുണ്ട്. എൻ്റെ മനസ്സിന്, അതായത് എൻ്റെ ലൈഫിൽ ഇന്നയൊക്കെ കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇത്ര കാര്യങ്ങളിലൊക്കെ സാറ്റിസ്ഫൈഡ് ആണെന്ന് എന്നെ തന്നെ ബോധിപ്പിക്കാൻ, അല്ലെങ്കിൽ ദൈവത്തിന് നന്ദി പറയാൻ, യൂണിവേഴ്സിന് നന്ദി പറയാൻ, അല്ലെങ്കിൽ പ്രപഞ്ചത്തിന് നന്ദി പറയാനൊക്കെ ആ ഒരു സമയം ഞാൻ യൂസ് ചെയ്യാറുണ്ട്. രണ്ടാമതായിട്ട് നമ്മുടെ സോൾ, നമ്മുടെ ആത്മാവിനെ കൂടി നമ്മൾ പരിഗണിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യാറുണ്ട്. ചിലപ്പോൾ 1 മണിക്കൂർ വരെ മെഡിറ്റേഷൻ ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് സമയമുള്ളതുപോലെ ചെയ്യുക. ഓക്കെ. ഇനി ശരീരത്തിന് വേണ്ടിയിട്ട് നമുക്ക് എക്സർസൈസുകൾ ചെയ്യാം, ബോഡി സ്ട്രെച്ച് ചെയ്യാം, ഒരു 10 മിനിറ്റ് നടക്കാം, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. ചിലർക്ക് പാട്ട് വെച്ചിട്ട് ഡാൻസ് ചെയ്യുന്നതായിരിക്കും ഇഷ്ടം, അത് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇതാണ് ഞാൻ ഒരു മൈൻഡ് ബോഡി സോൾ കണക്ഷൻ എന്ന് പറഞ്ഞൊരു കാര്യം. നിങ്ങളിവിടെ വലിയ റുട്ടീൻസ് കൊണ്ടുവരണം എന്നല്ല ഞാൻ പറയുന്നത്. ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് ചെയ്യാനായിട്ട് സമയം കണ്ടെത്തണം. കാരണം നമ്മൾ പരിഗണിക്കുന്നുണ്ട്. നമ്മളുടെ ശരീരത്തിനെയും മനസ്സിനെയും ആത്മാവിനെയും ഒരുമിച്ച് നിർത്തുന്നുണ്ട് എന്നുള്ള ഒരു ഉത്തരവാദിത്വം കൂടി നമുക്ക് വേണമല്ലോ. ഇനി ആറാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് അഞ്ചാമത് പറഞ്ഞ കാര്യമായിട്ട് ഒന്ന് കമ്പൈൻ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഈ ബിസി അവേഴ്സിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു സൈലൻ്റ് ആയിട്ടിരിക്കുന്ന കുറച്ച് സമയം വേണം. മെഡിറ്റേഷൻ എന്ന് പറയുന്നത് അങ്ങനെയുള്ളൊരു സമയമാണ്. അത് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് ഇതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം എവിടെയെങ്കിലും സൈലൻ്റ് ആയിട്ടിരിക്കാം. അതായത് നമ്മളൊരു കാപ്പിയോ ചായയോ കുടിക്കുക, ഒരു സമാധാനമായിട്ടിരിക്കുന്നൊരു സമയം. എത്ര ബിസി ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പോലും ഇങ്ങനെയൊരു സമയം അവനവന് വേണ്ടി കണ്ടെത്തണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട് ചെയ്യുകയോ അങ്ങനെ ശ്വാസത്തിലേക്ക് ശ്രദ്ധിച്ച് കുറച്ച് നേരം ഇരിക്കുകയോ ഒക്കെ ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു സമയം ഇങ്ങനെ കണ്ടെത്തുക. നിങ്ങളുടെ മനസ്സ് കുറച്ച് നേരത്തേക്ക് സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ട് ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാ വസ്തുക്കളും ഒന്ന് ശ്രദ്ധിക്കുക, ഒന്ന് പുറത്തേക്ക് നോക്കുക, ഒന്ന് കാറ്റ് ആസ്വദിക്കുക, അല്ലെങ്കിൽ ആ തണുപ്പ് ആസ്വദിക്കുക. അതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഏഴാമതായിട്ട് പോസിറ്റീവായിട്ടുള്ള മ്യൂസിക് കേൾക്കുക എന്നുള്ളതാണ്. ചിലർക്കത് ഭക്തി ഗാനങ്ങളായിരിക്കും, ചിലർക്കത് ഫാസ്റ്റ് ആയിട്ടുള്ള മ്യൂസിക് ആയിരിക്കും, ചിലർക്ക് മെലഡീസ് ആയിരിക്കും. നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അത് കേൾക്കുക. ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകം ഒരു സമയം അലോട്ട് ചെയ്യണം എന്നില്ല. നിങ്ങൾ രാവിലെ തിരക്കായിരിക്കും, എല്ലാവർക്കും തിരക്കുകളാണ്. അപ്പോൾ നമുക്ക് ഡ്രസ്സ് ചെയ്യുന്ന സമയത്തോ നമ്മൾ വർക്കിന് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്ന സമയത്തൊക്കെ ഒരു പാട്ടിടാം, അല്ലെങ്കിൽ ഒരു 3 പാട്ട്. ആ 3 പാട്ട് കേൾക്കുന്നതിനുള്ളിൽ നമ്മൾ റെഡി ആയിട്ട് പുറത്ത് വരണം. നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള മ്യൂസിക് കേൾക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വല്ലാതെ നമ്മളുടെ മൂഡ് അപ്ലിഫ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇതിനൊക്കെ ഒരു പരിധി വെക്കണം. കാരണം നമുക്ക് രാവിലെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ജോലികളുണ്ട്, അല്ലെങ്കിൽ കൂടി പല കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതുകൊണ്ട് എല്ലാത്തിനും ഒരു ടൈം ലിമിറ്റ് ഉള്ളത് വളരെയധികം നല്ലതാണ്. എട്ടാമതായിട്ട് ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത്, നമ്മളെ റുട്ടീനൊക്കെ വളരെ സിമ്പിളാക്കി വെക്കുക എന്നുള്ളതാണ്. ഒരു മോർണിംഗ് റുട്ടീൻ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 2 മണിക്കൂർ നീണ്ട വലിയൊരു റുട്ടീനൊന്നും നമുക്ക് ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ടുള്ള റുട്ടീൻ നമുക്ക് ചെയ്യാം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്കിൻ കെയർ കൊടുക്കാം, ചെറുതായിട്ട് മേക്കപ്പ് ചെയ്യാം, ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം വളരെ സിമ്പിളാക്കാം. ഓക്കെ. ഒരു സിമ്പിൾ റുട്ടീൻ ആയിക്കോട്ടെ, പക്ഷെ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. ഒൻപതാമതായിട്ട് പറയുന്ന കാര്യം എന്ന് പറയുന്നത്, നമുക്ക് 1, 2 ഹാബിറ്റ്സ് ഒരുമിച്ച് ചെയ്യാം എന്നുള്ളതാണ്. അത് നമ്മുടെ ഹാബിറ്റ്സിനെ കമ്പൈൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ 2 നല്ല ശീലങ്ങളുണ്ട്, അത് ഒരുമിച്ച് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു പോഡ്കാസ്റ്റ് കേൾക്കാം. മൊബൈലിലേക്ക് നോക്കിയിരുന്നൊരിക്കലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എന്ന് ഞാൻ പറയില്ല. നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്തോ ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കഴിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് പോഡ്കാസ്റ്റുകൾ കേൾക്കാവുന്നതാണ്. അതായത് അത് വോയിസ് ആയിട്ട് നിങ്ങൾ കേൾക്കുകയാണ്. നിങ്ങൾ എന്തെങ്കിലും പഠിക്കുകയൊക്കെ ആണെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അതൊക്കെ ചെയ്യാം. എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്യുന്ന സമയത്ത് ഒരു പോഡ്കാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരുപാട് സമയം അതിന് വേണ്ടിയിട്ട് എക്സ്ട്രാ സ്പെൻഡ് ചെയ്യുന്നുമില്ല. എന്നാൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളുടെ കൂടെ പുതിയ കാര്യങ്ങൾ പഠിക്കാനും പറ്റും. ഇനി 10ാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ തലേ ദിവസം നമുക്കൊരു ലിസ്റ്റ് ഉണ്ടാക്കണം. അതായത് നാളെ ചെയ്യാനുള്ള കാര്യങ്ങളെക്കുറിച്ചൊരു ലിസ്റ്റ്. അതിൽ നിന്ന് ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ട കാര്യം എന്താണെന്നുള്ള കാര്യം നിങ്ങൾ എഴുതി വെക്കുക, അല്ലെങ്കിൽ അത് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഇപ്പോൾ രാവിലെ എല്ലാ ജോലികളും തുടങ്ങുന്നതിന് മുമ്പ് ഇന്ന് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതാണ് എന്നുള്ള ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടാവണം. അല്ലെങ്കിൽ മനസ്സിലത് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. അതിൽ പ്രയോറിറ്റിയുടെ ഒരു ലിസ്റ്റ് ഇങ്ങനെയാണ്, ഇന്ന കാര്യം ചെയ്യണം, അതിനുശേഷം ഇതായിരിക്കണം, അതിനുശേഷം ഇതായിരിക്കണം. അങ്ങനെ 2 3 കാര്യങ്ങൾ മാത്രം സെലക്ട് ചെയ്യുക. അപ്പോൾ തന്നെ നിങ്ങളുടെ സ്ട്രെസ്സ് കുറയും. അതായത് നിങ്ങൾക്കൊരു പ്ലാൻ ഉണ്ടായി, എന്തിനു ശേഷം എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉള്ളത്. സോ അങ്ങനെ ഒരു പ്ലാൻ വന്നു കഴിയുമ്പോൾ തന്നെ നമുക്ക് കുറേ സ്ട്രെസ്സ് കുറയും. ഇനി 11ാമത്തെ ഹാബിറ്റ് എന്താണെന്ന് പറയാം. ഈ 11ാമത്തെ ഹാബിറ്റ്, നിങ്ങൾ യാത്ര ചെയ്യുന്ന ഒരാളാണെങ്കിൽ, അതായത് ജോലിക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്, വണ്ടിയിൽ കയറിയോ ബസ്സിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഓൺ കാറിലോ എങ്ങനെ ആയിക്കോട്ടെ, നിങ്ങൾ ജോലിക്ക് പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നടന്നു പോവുകയാണെങ്കിൽ കൂടി കേട്ടോ, അങ്ങനെ ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു ട്രാവലിംഗ് ടൈം നല്ല യൂസ്ഫുൾ ആക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ പോഡ്കാസ്റ്റുകൾ കേൾക്കാം, അല്ലെങ്കിൽ ഓഡിയോ ബുക്ക് കേൾക്കാം,
അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള വീഡിയോസ് കേൾക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ കേൾക്കാം. ഒരിക്കലും യാത്രാ സമയം വേസ്റ്റ് ആക്കരുത്. മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾക്ക് കാണുന്ന കാഴ്ചകൾ ആസ്വദിക്കാം. അങ്ങനെ നിങ്ങൾക്ക് ആ ഒരു കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. അതൊക്കെ നിങ്ങളുടെ മനസ്സിനെ റിലാക്സ് ചെയ്യുന്ന കാര്യങ്ങളാണ്. മാക്സിമം നിങ്ങളുടെ ട്രാവലിംഗ് ടൈം നിങ്ങൾ യൂസ് ചെയ്യണം. കാരണം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സമയങ്ങളാണ് നമുക്ക് വലിയ വലിയ മാറ്റങ്ങളായിട്ട് പിന്നീട് തരുന്നത്. അപ്പോൾ നിങ്ങൾ ഒന്നുകൂടി ഓർമ്മിക്കുക, നമ്മളൊരു പെർഫെക്റ്റ് മോർണിംഗ് റുട്ടീൻ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതല്ല നമ്മളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് നമുക്ക് പിന്നീട് അതൊരു പെർഫെക്റ്റ് ആക്കി ലൈഫിനെ മാറ്റിത്തരുന്നത്, അല്ലെങ്കിൽ പെർഫെക്ഷനിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 11 കാര്യങ്ങൾ നിങ്ങൾ നാളെ മുതൽ ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. ഇതിലേതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കുക, അത് ഒരാഴ്ച ചെയ്യുക, പിന്നെ രണ്ടാമത്തേത് അടുത്ത ആഴ്ച ചെയ്യാമെന്ന് വെച്ചോ, അല്ലെങ്കിൽ 1-2 കാര്യങ്ങൾ ചെയ്യുക. ഒരു നല്ല രാവിലെ, അല്ലെങ്കിൽ ഒരു നല്ല പുലർച്ചെ, അല്ലെങ്കിൽ രാവിലത്തെ ആ ഒരു റുട്ടീൻ എന്ന് പറയുന്നത് നല്ലൊരു ദിവസത്തെ ക്രിയേറ്റ് ചെയ്ത് തരും. അത് നിങ്ങൾക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ നിങ്ങൾ മനസ്സിലാക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു കാര്യം നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത്. ഇങ്ങനെ നിങ്ങൾ പടുത്തുയർത്തുന്ന നല്ല ദിവസങ്ങളാണ് നല്ല ജീവിതമായിട്ട് മാറുന്നത്. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ മോർണിംഗ് ഹാബിറ്റിൽ ഏത് കാര്യമാണ് നിങ്ങൾ കൂടുതലായിട്ട് അല്ലെങ്കിൽ പുതിയതായിട്ട് ഉൾപ്പെടുത്താൻ പോകുന്നത് എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.